അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഹംപിയിൽ രണ്ടാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. ഇന്നലെ കുറച്ച് വൈകി എത്തി. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ ടീമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരെ ബാഗൊക്കെ ലഗേജൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ തണുപ്പോ അല്ലെങ്കിൽ ചൂടോ രണ്ടും പറയാൻ പറ്റില്ല. പക്ഷെ വെയിലിന് കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓലൊക്കെ വരച്ചുണ്ട്. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. നല്ല രാത്രി കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 1300 രൂപയ്ക്ക് ഞങ്ങൾക്ക് 8 പേർക്ക് ഹോം സ്റ്റേ 8 പേർക്ക് നിൽക്കാൻ കഴിഞ്ഞു. ഹോംലി ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 കിലോമീറ്റർ ആണ് ഹംപിക്കുള്ളത്. പക്ഷേ ഇവിടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഹോം സ്റ്റേസ് ആണ്. 1-2 എന്നല്ല, ഇവിടെ ഈ ഒരു കോളനി പോലെ അല്ലെങ്കിൽ ഒരു ഇതുപോലെ താഴത്ത് അവിടെ ഓണേഴ്സും മുകളിലത്തെ എല്ലാം ഇതുപോലെ റെന്റിന് കൊടുക്കുകയാണ്. ഭയങ്കര രസമാണ് കാണാൻ. പട്ടി വരുന്നുണ്ട്. സീനല്ലെന്ന് തോന്നുന്നു ഗൈസ്. അനങ്ങാതെ നിൽക്കാം. ദൈവമേ, ഞാൻ പോയി. അപ്പൊ ഈ ഏരിയ ഒക്കെ കണ്ടില്ലേ, ഇവിടെ സ്റ്റുഡൻസിനൊക്കെ തന്നെ കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. കാരണം ഇന്നലെ വന്നത് ഒരു സെക്കൻഡ് ഇയർ പയ്യനായിരുന്നു. അവൻ വന്നിട്ടാണ് നമ്മളെ റൂം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു ഇവിടെ റൂമുണ്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു 1300 8 പേർക്ക് നിൽക്കാൻ പറ്റിയ നല്ല അടിപൊളി റൂം. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ അവർക്ക് ഇത് കമ്മീഷൻ ബേസിലാണ്. ഇവിടേക്ക് ആളെ കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് പെർ ഹെഡ് കമ്മീഷനാണെന്ന് തോന്നുന്നു. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അത് എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ചാലും മതി. നമുക്ക് കന്നഡ അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവർ കൂടുതലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ഇത് ഏതെങ്കിലും ഒന്ന് നമ്മളടുത്ത് ഇവിടെ വരുമ്പോൾ വേണം. അപ്പോൾ നമ്മൾ ബൈക്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ. ഇനി നമ്മളെ ട്രിപ്പ് ഇവിടുന്ന് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ കോർഡിനേറ്ററാണ് ഈ പറയുന്ന ഷുഹൈബും സംജുവൊക്കെ. സംജു ഇവിടുന്ന് ഇവർ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരോട് ചോദിക്കാൻ കാരണം. എത്ര കിലോമീറ്റർ ഉണ്ടാവുന്നത്? 4 കിലോമീറ്റർ ഹംപിക്ക് 4 കിലോമീറ്ററാ. പിന്നെ വേറെ ഏതൊരു EP ഐലൻഡ് വന്ന സംഭവം പറഞ്ഞല്ലോ, അവിടെ നമ്മളങ്ങനെ പോകാൻ വിചാരിച്ചിരിക്കണേ. ബോട്ടിംഗ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഇപ്പിയിൽ ഇപ്പോൾ ടൂറിസം അവസാനിപ്പിച്ചു എന്നൊക്കെ പറയണ്ടേ, എല്ലാം നിർത്തി വെച്ചെന്ന് പറയണ്ടേ. ഒക്കെ നേരിട്ട് പോയി കാണേണ്ടി വരും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വൈകാതെ കാണാം. അപ്പോൾ ബൈക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കാണാം. നമ്മളിപ്പോൾ ഇവിടെ ഹംപി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ
എന്നാലും ഇവിടെ ഇതിന് മുമ്പ് വന്ന സഞ്ജു ഷുഹൈബൊക്കെ മുമ്പ് വന്നതുകൊണ്ട് അവർ പറഞ്ഞത് വൈകുന്നേരം നമുക്ക് ഇവിടെ കവർ ചെയ്യാം. ഇപ്പോൾ ഹംപി മൊത്തമായിട്ടൊന്ന് കറങ്ങാന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. എത്ര റേറ്റ് വരണേ? Jumbo sir, African jumbo sir. This is 4,500. This is mango sir. Mango. Morning കൊണ്ടുവന്നു. പ്ലാനിൽ വീണ്ടും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളിവിടെ ഇപ്പി ഐലൻഡിക്ക് അവിടെ സ്റ്റേ അടിക്കലൊരു പ്ലാനാണ് ഇന്ന് രാത്രി അവിടെ തങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഓപ്പൺ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു സംഭവം ഉണ്ട്, എന്താ ബോട്ട് യാത്രയാണ്. ഒരു ഐലൻഡിക്കുള്ള ഇവിടുന്ന് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടീം 4 പേര് അവിടെ ബൈക്കിൻ്റെ അടുത്തുണ്ട്. ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്ററൊക്കെ കറങ്ങിയിട്ട് വേണം ഇപ്പി ഐലൻഡിക്ക് ബൈക്ക് വഴി എത്താനേ, റോഡ് വഴി എത്താനേ. പക്ഷേ നമുക്കിവിടെ ബോട്ട് സർവീസ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് റൂം സെറ്റ് ആണെങ്കിൽ നമ്മളവിടെ റൂം എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകും. എന്നിട്ട് ലഗേജസൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും പോയി തിരിച്ചു വരിക. അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് നേരെ ബൈക്കിൽ എല്ലാവർക്കും കൂടി ആ വഴി പോകാമെന്ന് വിചാരിച്ചിരിക്കണേ. നാട്ടിൽ വന്നപ്പോൾ ഒരു കാലാപാത്തല്ലാത്ത ആൾക്കാരായിരുന്നു നാട്ടിൽ ഇത്രയും കാലം. ഇപ്പം ഇവിടെ വന്നപ്പോൾ ആദ്യം വാങ്ങിക്കുന്നത് 2 ചെണ്ടയാണ് 350 രൂപ വെച്ചിട്ട്. 350 കൊടുത്തേ? 300 350 കൊടുത്തേ? 600 300 വെച്ചിട്ട്. ഇത് പഠിക്കാൻ നാളെ ക്ലാസ്സിനൊക്കെ പോകേണ്ടി വരും അല്ലേ? സബ്ജിയുടെ താളബോധം കണ്ടോ? അതൊക്കെ നോട്ടിക്കോട്ടെ. വേറൊന്നല്ല, നമ്മുടെ എന്താ പറയാ ടൂറിന്റെ സംഭവങ്ങളൊക്കെ വിചാരിച്ചിലും കൂടുതൽ എക്സ്പെൻസാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി ഇതൊക്കെ വല്ല ബസ് സ്റ്റോപ്പിലൊക്കെ വരെ നിർത്തിയിട്ട് നമുക്ക് കുറച്ച് പൈസ കളക്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. വളരെ വളരെ ശരി. അതൊരു കുളമാണ് ഗൈസ്. ആ കാരണമാണ് ഇപ്പി. പക്ഷേ നമ്മളെ മുമ്പ് വരാത്തത് കൊണ്ടാണ് നമുക്ക് വലിയ ചേഞ്ചസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അറിയണില്ല. പക്ഷേ ഷുഹൈബ് പറഞ്ഞാൽ ഇപ്പി ആകെ ഉണങ്ങിയിട്ടുണ്ട് എന്നാണ്. പിന്നെ അവർക്ക് ബോട്ട് സർവീസ് ഇവിടെ ഒന്നും കാണാനില്ല. ബോട്ടൊക്കെ കരത് കയറ്റി വെച്ചിട്ടുണ്ട്, കാരണം വെള്ളം കുറഞ്ഞതുകൊണ്ടായിരിക്കാം. പിന്നെ ഇപ്പി ഐലൻഡിനെ കുറിച്ച് പറയാലോ, എന്താ പറയുക, ഫോറിനേഴ്സൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ ചെണ്ടകളൊക്കെ അവർ വാങ്ങിക്കണേ. ഫോറിനേഴ്സ് അല്ലെങ്കിലും പക്ക ലോക്കൽസ് ആണെങ്കിലും അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ എന്തോ ഷുഹൈബിൻ്റെ മൊത്തം നിരാശയോടെ കാണാൻ കഴിയുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പം ഏകദേശം ക്ലോസ്ഡ് ആണെന്ന് അവിടുത്തെ സെക്യൂരിറ്റി ഗേറ്റ്സ് ഒക്കെ പറഞ്ഞത്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, സർവീസൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു 20 കിലോമീറ്റർ കറങ്ങിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ. അതിന് മുമ്പ് നമുക്കിവിടെ ഹംപി ഒന്ന് കറങ്ങാം, പൊളിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം മങ്കി ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്ലാനിങ് ഒക്കെയാണ് ഇവിടെ ഷുഹൈബും സംജുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നിന്ന് കറങ്ങാം. ഇനി ബോട്ട് പോക്ക് ക്യാൻസൽ ആയിട്ടിട്ട് തൽക്കാലം അത് ക്ലോസ്ഡ് ആണ്. അവിടെ ഈ സർവീസ് ഇവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു കുളത്തിന്റെ ഫ്രണ്ടിലാണ്. നല്ല അടിപൊളി മീനുകളൊക്കെ ഉണ്ട്. മീനുകൾക്ക് കൊടുക്കാനുള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു കപ്പിന് 20 രൂപയാണ്. മീനിന് മാത്രമല്ല, നമുക്കും കഴിക്കാം. വാ, ചെരുപ്പ് ഇവിടെ പുറത്ത് ഊരി വെച്ചിട്ട് വേണം നമുക്ക് താഴേക്ക് ഇറങ്ങാൻ. പിന്നെ പൂജക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ കാലിടാനോ അല്ലെങ്കിൽ കുളിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ സൈഡിൽ നിന്നിട്ട് മീനിങ്ങനെ ഇട്ട് കൊടുക്കാനേ കഴിയുള്ളൂ ഫുഡ്. അപ്പൊ നമുക്ക് ചടങ്ങ് തുടങ്ങാം. ആദ്യം കാരണവർക്ക് ഇങ്ങനത്തെ ഏത് പൂരിയടാ അടിപൊളി കളിയുള്ളൂ. ഇവിടെ ഒരുപാട് മീനുണ്ട്. പക്ഷെ എത്രത്തോളം ക്യാമറയിൽ കാണാൻ കഴിയുന്ന കാണില്ല, അറിയില്ല കേട്ടോ. ചാടുന്നുണ്ടാവും ചിലപ്പോ. ഫോക്കസ് ചെയ്തിരുന്ന സാധനം. ഇവ പുതിയ പുതിയ ഐഡിയകളാണല്ലോ. ഓ വലിയ മീനാണല്ലോ. സീനില്ല വേറെ പോയില്ല. അത് ഓരോ ടോൺ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫിഷിന് ഫുഡ് കൊടുക്കേണ്ട നേർച്ച കഴിഞ്ഞു. ഇനി ആനക്കുള്ള ഫുഡാണ്. അതുപോലെ തന്നെ ഒരു ഗൈഡ് ബുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ടൂറിസ്റ്റ് ഗൈഡ് ഹംപി വേൾഡ് ഹെറിറ്റേജ് ഏരിയ. യുനെസ്കോയിലൊക്കെ എന്താ യുനെസ്കോയുടെ മാപ്പിലൊക്കെ ഇടം പിടിച്ചൊരു ഏരിയയാണ് ഹംപി. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാൻ നമുക്ക് അകത്തേക്ക് എത്തിയിട്ട്. ഇവിടെ അകത്തേക്ക് ചപ്പല് കയറ്റാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ സ്റ്റാൻഡ് ഉണ്ടെന്ന് പറയണത്. ഇവിടെ വെച്ച ചിലപ്പോൾ ആരെങ്കിലും അടിച്ചു മാറ്റിന്ന് പറയണം. നമ്മളിതിന് അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ സ്പെഷ്യൽ എൻട്രൻസ് പറഞ്ഞിട്ട് 25 രൂപയാണ് പെർ ഹെഡ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. ഇവിടെ എന്താ ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിരിക്കുക. ಒಳಗಡೆ ಗರ್ಭಗುಡಿ ಹೋಗ್ತಂದ್ರೆ 25 ರೂಪಾಯಿ ಟಿಕೆಟ್.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ ആരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആനക്ക് ബന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സുന്ദരിയായിട്ടുള്ള ആനാന്ന് പറയാം. എന്താ പറയുക, നല്ല ട്രെയിനറായിട്ടുള്ള ആനയാണ്. എന്താ പറയുക, നല്ല ഐശ്വര്യവും ഇങ്ങനെയൊക്കെ സംഭവങ്ങളായിട്ട് കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ. അപ്പോൾ ആള് ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ആനയാണ്. കാരണം വേറൊന്നുമില്ല, ഈ പൈസ കൊടുക്കുമ്പോൾ നേരെ മൂപ്പര് പാപ്പാന് കൊടുക്കുന്നില്ലേ, പൈസയാണ് നേരെ പാപ്പാന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ടോ ലൈഫിൽ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സംഭവം. ஏதாவது குணக்கையா மாவட்ட உள்ள திட்டமானா അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇനി കുറച്ച് മുകളിലേക്ക് നടക്കാണ്ട്. ഭയങ്കര പാറയാണ്, നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ടാവും. എത്രത്തോളം നമുക്ക് നടക്കാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഇത് കവർ ചെയ്ത് കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് തോന്നില്ല എന്നല്ല, എല്ലാവരും പറയണത് അതാണ്, ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ കഴിയില്ല എന്ന്. പിന്നെ നിങ്ങൾ നടന്നു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഡെസ്റ്റിനേഷൻസ്. ആദ്യം ഹേമകുട ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ്, പിന്നെ കടലേക്ക്. ഇതൊക്കെ സംഭവം നമ്മുടെ മലയാളം അല്ലാത്തതും കൊണ്ട് ഭയങ്കര റിസ്ക്കാണ് വായിക്കാൻ. അപ്പോൾ ക്യാമറയിൽ കാണുന്നുണ്ടാവും, നിങ്ങൾ തന്നെ നിങ്ങളുടെ രീതിക്കായിട്ട് വായിക്കും. എൻ്റെ പ്രൊണൗൺസിയേഷൻ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. നടന്നു നോക്കാം. എന്തൊക്കെ ഒരു ഗൈഡ് ഇല്ലാത്തതിൻ്റെ കുറവുണ്ട്. കാരണം നമ്മൾ ഗൈഡിനെ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യം പോകുന്നത് ഇപ്പോൾ ജാഫർ ആയാലും ശരി, കോളേജിൽ നിന്നൊക്കെ പോകുന്നത് എപ്പോഴാണ് പറയണത്. അപ്പോൾ ജാഫർ ഇതിൽ പിന്നെ ആരാടാ, സംജു, ഷുഹൈബ് ഇവരൊക്കെ ആദ്യം പോകുന്നവരാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഒന്നും മിസ്സായാലെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. മാക്സിമം എത്രത്തോളം വേണ്ട, ഈ വെയിലത്ത് ഇനി എരി കൂടി കഴിച്ചാലേ. നമ്മുടെ ഷുഹൈബ് ഭയങ്കര ഫുൾ ഓൺ ഫുൾ പവറാണ്. പക്ഷെ ഭയങ്കര നിരാശ ഉണ്ട്. കാരണം ആ ഒരു നമ്മുടെ അവിടെ എല്ലാം എന്താ ഇപ്പി ഐലൻഡ് ഫുള്ളായിട്ട് കയ്യേറ്റ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഇടിച്ചു നിരത്തിയിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല എന്നല്ല, ആ ഭാഗത്തേക്ക് പോയിട്ട് കാര്യമില്ല. ഫുള്ള് മറ്റു ചാനലൊക്കെ തന്നെ വീഡിയോസിൽ ചിലരൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് സംഭവങ്ങൾ ഇടിച്ചു നിരത്തി അവിടെ ഇനി ടൂറിസം നടക്കില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടിലും ഗവൺമെൻറ്റായിട്ട് ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട്. കാരണം ചിലരുടെയൊക്കെ വരുമാനം മുട്ടിയിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്. കുറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിലില്ലാതെ കയറിയത് ഭയങ്കര നഷ്ടബോധമായിട്ട് തോന്നും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. കാരണം നമ്മളെ നല്ല അടിപൊളി. ഇതാണ് നമ്മുടെ ഹംപി ടെമ്പിള്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പാറയിലൂടെ നടക്കുമ്പോൾ കുറച്ചൊക്കെ ചെറിയ ചെറിയ റെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര വെയിലാണ്, വേറെ തണലൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കൂടാരങ്ങൾ മാത്രമാണ് നമുക്ക് തണൽ കിട്ടുന്നത്. പിന്നെ ആ ഭാഗത്തൊക്കെ പാറക്കല്ല് കൂട്ടിയിട്ട പോലെയാണ്. കാരണം വലിയ വലിയ കല്ലുകൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ട പോലെയാണ്. ഒരു മല എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ടൊരു മല എന്ന് പറയാൻ പറ്റില്ല, ഒരു പൊട്ടിച്ചേറിയ പോലെയൊക്കെ ഒരു സംഭവമാണ് ഇവിടെ കാണാൻ കഴിയുന്ന പോലെ തന്നെ. ഇതൊക്കെ എന്താ സംഭവം, പൊട്ടി വന്നാണോ നീ ആരെങ്കിലും പണ്ട് കാലത്ത് ഏറ്റി കൊണ്ടുവന്ന് വെച്ചാണോ എന്ന് പറയാൻ പറ്റില്ല. തസ്ലീമ പഠിക്കുന്നുണ്ട്, ഗൈഡ് ബുക്ക് വാങ്ങിയിട്ട് ഭയങ്കര പഠിത്ത വായനയാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് വാങ്ങിയിട്ടുണ്ട്. അബി അതിൻ്റെ കളക്ഷനിലാണ്, കളക്ഷനല്ല അതെടുത്തിട്ട്
ഓരോ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴും അവിടുന്ന് ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ സെൽഫി എടുക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടി നടന്നു നോക്കാം. നമ്മുടെ ടീം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹംപിയുടെ ഒരു ഭാഗം കയറിയിട്ട് ഒരു എൻ്റെ ഒരു എത്തിയിട്ടുണ്ട്. സൺസെറ്റ് പോയിന്റ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അവിടെ കുറച്ച് സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത കണ്ടാൽ തന്നെ അറിയാലോ സംഭവം ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. വേറെ ഒരു മെറ്റീരിയൽ ഇവർ ഉപയോഗിച്ചിട്ടില്ല. സൺസെറ്റ് പോയിന്റ് ഹേമകുട ഹില്ല്. പിന്നെ ഇനി ജാഫർ പറയുന്ന ഒരു 50 രൂപയുടെ നോട്ട് മേലെ പ്രിന്റ് ഉണ്ടല്ലോ, ഒരു ഫോട്ടോ രഥത്തിന്റെ, അത് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അവിടേക്ക് ബൈക്കിൽ പോകണമെന്ന് പറഞ്ഞത്. ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഈ ഹംപി എന്ന് പറഞ്ഞ ഏരിയ കാണാൻ നമുക്ക് ഈ ഒരു ദിവസം പോരാന്നാണ് എല്ലാവരും പറയണത്. നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം കവർ ചെയ്യാൻ നോക്കാം. സംഗതി ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ ബുക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ നോക്കിയാലും കൂടുതൽ അറിയാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും കൂടെ ഒരാൾ ഉണ്ടാകുമ്പോഴാണ്. കൂടെ ഒരാൾ മുന്നേ പോയ ഒരാളുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജാഫർ ഇതിന് മുമ്പ് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ജാഫറെ ഈ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ എങ്ങനെ സംഭവങ്ങളെന്നൊക്കെ. ഇതിപ്പോ നമ്മളിപ്പോ എത്തിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാല് ഹംപി ടെമ്പിളിന്റെ അവിടെയാണ്. പിന്നെ മേലേക്കുള്ള കുറച്ച് വ്യൂ ഒക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇനി ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളാ പുതിയ 50 രൂപേൻ്റെ നോട്ടുമ്പോൾ കാണുന്ന പ്രിൻ്റൊക്കെ ഉള്ള സ്ഥലം തന്നെ കുറച്ചുകൂടെ പോകണം. 2 കിലോമീറ്ററും പോയി കഴിഞ്ഞാലേ പ്ലേസാണ്. അവിടെ പറഞ്ഞാൽ ഇതിലേറെ അടിപൊളി ഒരുപാട് നല്ല മറ്റേ പ്ലേസുകളുണ്ട്. എനിക്ക് ഈ ഫോട്ടോസിൽ ഏകദേശം ഇവിടെ എന്താ കളർ പിക്ചർ പോസ്റ്റ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 ഫോട്ടോസ് വെച്ചിട്ട് അവർ തരുന്നുണ്ട്. ഇതിൽ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നാലും നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് എവിടെ എത്തി എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തിരക്ക് ഒരുപാട് കുറവാണ്. ഞാനിതിന് മുമ്പ് കഴിഞ്ഞ വർഷമായിട്ട് വന്നിരുന്നു. അപ്പോഴൊക്കെ ഈ ഹംപി ടെമ്പിളിലൊക്കെ ഒരുപാട് ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പൂജ ഉണ്ടായിരുന്നല്ലേ ഈ ഒന്ന്? ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നല്ല ഫോറിൻസൊക്കെ ഒരുപാട് ഫോറിൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോറിൻസൊക്കെ കുറവാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ആ ഭാഗം പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കുറവാണെന്നതിന് ചാൻസ്. പിന്നെ ലോക്കൽസ് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെതായ കുറവുകളും ഒരുപാടുണ്ട്. സ്ട്രൈക്ക് എന്തിനെ കുറിച്ചിട്ടാണ് കൂടി പറയാം. സ്ട്രൈക്ക് എന്താ പറഞ്ഞാൽ ലോക്കൽസും ഗവൺമെൻറ്റും തമ്മിൽ ഇപ്പിയുടെ പ്രശ്നം ഭൂമി അതുകൊണ്ട് എന്താ അവിടെ ടൂറിസ്റ്റിൽ അവരുടെ വരുമാനമൊക്കെ നിന്നിരിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ എന്താ ഗവൺമെൻറ് അങ്ങനെ നിർത്തിയതുകൊണ്ട് അവരുടെ വരുമാനത്തിന് വേണ്ടിയുള്ള സമ്മാനത്തിനാണ് വീണ്ടും ഓപ്പൺ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ഫുള്ള് ഇടിച്ച് നിരത്തി എന്നാണ് പറയണത്. അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊന്നുമില്ല, സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്, അവിടേക്ക് കടക്കാൻ കഴിയണില്ല. അപ്പോൾ ഇനി നമ്മളിതാ ഇപ്പോൾ ഈ കാണുന്ന ഹംപി ടെമ്പിളിൻ്റെ മേലെ കൂടെ നമ്മൾ കയറി ഹംപി ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ കാണുന്ന ഇതൊക്കെ കണ്ടതിന് ശേഷം അതുവരെ ഫുള്ളായി. ഈ ഏരിയ ഫുള്ളായി. ഇനി അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ ആ പറഞ്ഞ പ്ലേസിലോട്ട് പോകണത്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം. സിമ്പിളായിട്ടില്ല അറിയില്ല, അതാണ്